Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. കാലാവസ്ഥ പ്രശ്നം കാരണം എല്ലാ യാത്രക്കാരും അവരവരുടെ ബെൽറ്റ് ഉടൻ തന്നെ ധരിക്കേണ്ടതാണ്. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും അരുത്. എനിക്കൊന്നും സംഭവിക്കരുത്, എന്നെ മാത്രം കാത്തുകൊള്ളണമേ. താങ്ക് യു. ഇതെന്താ? ഓ എന്റെ അമ്മച്ചി, എന്റെ ചേച്ചി ഒന്ന് മാറണേ. മാപ്പ് തരണേ അമ്മച്ചി, സോറി. എഴുന്നേറ്റ് പോടാ. ഓ ക്ഷമിക്കണേ. അത് പിന്നെ തനിക്കെന്താ കണ്ണു കണ്ടൂടെ? മാറടോ. ദയവായി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ ആ സീറ്റിൽ പോയിരിക്കോ. ഓ ദിവസവും അമിതമായി ആഹാരം കഴിച്ചാൽ വെക്കും തടി. എനിക്ക് പ്ലെയിനിൽ പറക്കുമ്പോൾ എപ്പോഴും വരും പേടി. അടികൈ. വാ, നിങ്ങളുടെ കവിത വളരെ മനോഹരമായിരിക്കുന്നു. അഭിനന്ദനത്തിന് നന്ദിയുണ്ട്. നിങ്ങളെ കാണാനും നന്നായിട്ടുണ്ട്. എന്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് എനിക്ക് സന്തോഷമാണ്. അടികൈ. എന്റെ പൊന്നു സാറേ, ഞാൻ എയർ ഹോസ്റ്റസ് ആവുന്നതിന് മുമ്പ് ഒരുപാട് കവിതകൾ പറഞ്ഞു നടന്ന ആളാണ്. ശരി, അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങൾക്ക് ക്യാപ്പുച്ചിനോ കൊണ്ടുവരട്ടെ? ചൈനയുടെ ഒരു പ്രോഡക്റ്റും എനിക്ക് വേണ്ട. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് കോഫി വേണമെന്നാണ്. കോഫി കൂടുതൽ കഴിച്ചാൽ പിത്തം പിടിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ അതിരാവിലെ കുടിച്ചു കോഫി 2. അടികൈ. വെറുതെ എന്നെ കലി കയറ്റിക്കരുത്, പിന്നെ എന്റെ ചന്ത സ്വഭാവം താൻ കാണേണ്ടി വരും. ദാ നോക്ക്, ഇനി താനെങ്ങാനും കവിത പറയുകയാണെങ്കിൽ എന്റെ കൈ വെറുതെ ഇരിക്കുന്ന താൻ ഓർക്കരുത്. പാസഞ്ചർ ആണെന്ന് കരുതി കുറച്ച് മര്യാദ തന്നപ്പോ താൻ എന്റെ തലയിൽ കയറിയിരിക്കാൻ നോക്ക. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? പ്ലെയിനിന് എന്തെങ്കിലും അപകടം പറ്റിയ നമ്മുടെ അവസ്ഥയൊക്കെ എന്താവും? മാഡം, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മോളിലിരിക്കുന്ന ആളുടെ കയ്യിലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപകടം പറ്റരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ. ബമ്പർ സമ്മാനം അടിച്ചാൽ അത് ലെക്ക. ഈ പ്ലെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കാര്യം പോക്കാ. കൈയടിച്ചോ കൈയടിച്ചോ. ഇനി താനെങ്ങാനും കവിത പറഞ്ഞാൽ ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നതിന് മുമ്പ് തന്നെ തന്റെ കൈയും കാലും കെട്ടി ഈ പ്ലെയിനിൽ നിന്നെടുത്ത് ഞാൻ പുറത്തേക്കെറിയും. ആരും സീറ്റ് വിട്ട് അനങ്ങി പോകരുത്. ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. തെറ്റും ശരിയും ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത്. നെൽപ്പാടങ്ങളൊക്കെ ഇപ്പൊ യന്ത്രങ്ങളാണ് കൊയ്യുന്നത്. പാവം പിടിച്ച ഈ പ്ലെയിനെ എന്തിനാണ് നിങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നത്? അടികൈ അടികൈ. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. നീ ആരാടാ, എന്റെ അപ്പനോ? ഈ പ്ലെയിൻ പൊങ്ങിയപ്പോ തന്നെ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം, അല്ലെങ്കിൽ പ്ലെയിന്റെ കതക് തുറന്ന് തൂക്കിയെടുത്ത് ഞങ്ങൾ പുറത്തേക്കിടും. ഓണം വന്നാൽ മാവേലി തമ്പുരാനെ നീ വരണേ. അറിയാതെ ഞാൻ പറഞ്ഞു പോയി, എനിക്ക് മാപ്പ് തരണേ. അടികൈ. തന്നെ സാറേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മിണ്ടാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. എടാ പൈലറ്റേ, ഞാൻ പറയുന്ന ദ്വീപിൽ നീ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിനെ ഇറക്കിക്കോളും. ഓയ് ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ചാർമിനാർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 4 മണി 4 മിനിറ്റിന് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ wants to know how and why. മാഡം പോയ ഫ്ലൈറ്റ് ഹൈജാക്ക് ആയെന്നോ? എന്താ? മാഡം എപ്പോഴാ ഫ്ലൈറ്റ് വാങ്ങിയത്? എടാ കഴുതേ, ഈ ഫ്ലൈറ്റിലാണ് മാഡം ഹൈദരാബാദിലേക്ക് പോയത്. ആ പ്ലെയിനാ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. കണ്ണാ സാർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു, അത് ഹൈജാക്ക് ചെയ്തിരിക്കുക. അല്ല, പക്ഷേ കണ്ണാ സാറിന് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹമല്ല ഹൈജാക്ക് ചെയ്തത്, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആരോ അവരാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്.
ഇന്ന് ഒരുപാട് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഒരു പ്ലെയിനാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടുപേരും ആ ഫ്ലൈറ്റിലായിരുന്നു. ന്യൂസ് ഒന്ന് കേൾക്കാൻ വിട്. ഇന്ത്യ wants to know who. കാരണം ആ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തത് ആരാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവർ 2 കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈജാക്ക് ചെയ്ത ആ ഫ്ലൈറ്റ് അവർ ഈ കാണുന്ന ദ്വീപിലാണ് കൊണ്ടിറക്കിയിരിക്കുന്നത്. മാഡത്തിനെ രക്ഷിച്ചാ മതിയാകൂ. ഖന്ന സാറിനെ രക്ഷിക്കണം. അതെ, രണ്ടുപേരെയും രക്ഷിക്കണം. പക്ഷേ എങ്ങനെ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, എന്റെ പക്കലൊരു ഐഡിയ ഉണ്ട്. ഇതൊന്നിനും കൊള്ളാത്തൊരു ഐഡിയ ആണ്. ഞാൻ മിസ്റ്റർ കാട്കറിനെയും ഗന്ന സാറിനെയും എങ്ങനെയാണ് രക്ഷിക്കുക? നിങ്ങൾ പോലീസ് ഇൻസ്പെക്ടർ അല്ലേ? ഹൈജാക്കറിനെ പോയി അറസ്റ്റ് ചെയ്യേ. ഈ കുറ്റകൃത്യം നടന്നത് എന്റെ ഏരിയയിലല്ലോ. അതിന് ആ ഏരിയയിലുള്ള ഇൻസ്പെക്ടർ പോയിക്കോളും. എങ്കിൽ പിന്നെ ആ ഇൻസ്പെക്ടർ എത്രയും പെട്ടെന്ന് വിളിക്കേ. പോലീസ് അങ്ങോട്ട് പോയാൽ പിടിപെട്ടവരുടെ ജീവൻ തന്നെ ആപത്തിലാവും. സർക്കാരിനെ കൊണ്ട് ഇതിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാം. ഞങ്ങൾ പോയി അവരെ രക്ഷിക്കാം. വെറുതെ മണ്ടത്തരം പറയാതിരിക്കുന്നുണ്ടോ? ആ ദ്വീപിലേക്ക് എങ്ങനെ പോകും? പറന്നോ? ചില സമയങ്ങളിൽ ഫ്യൂസായ ട്യൂബ് ലൈറ്റ് പോലും നല്ല പ്രകാശം തരും. താങ്ക് യു ഇൻസ്പെക്ടർ പാണ്ഡ. ഞങ്ങൾ പറന്നു തന്നെ പോയിക്കൊള്ളാം. സംശയമുണ്ടോ? നീ കഴുതയാ. പറക്കാനുള്ള ലൈസൻസ് നിനക്കല്ലേ ഉള്ളൂ, ഞങ്ങളെടുത്തില്ലല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ പറക്കാൻ കഴിയും? കഴുതേ, നമ്മൾ എന്തായാലും പ്ലെയിനിൽ തന്നെ പറക്കും. സംശയമുണ്ടോ? നല്ല ഐഡിയ തന്നെയാണ്. വേഗം വരൂ ഇൻസ്പെക്ടർ പാണ്ഡ. ഞാൻ തീർച്ചയായും വരില്ല. ഞാൻ തീർച്ചയായും വരില്ല. ഇയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വരാൻ കഴിയില്ല. ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ എന്റെ ഡ്യൂട്ടി കളഞ്ഞിട്ട് വരികയാണെങ്കിൽ എന്റെ ജോലി തന്നെ തീർച്ചയായിട്ടും പോക്കാ. സാർ ഞങ്ങളെ സഹായിച്ചേ മതിയാവൂ. ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം. എന്റെ കൂട്ടുകാരന്റെ ഫ്ലൈയിങ് ക്ലബ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാനായിട്ട് ഞാൻ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കേ? എന്തായാലും നമുക്ക് പോകാൻ പറ്റിയല്ലോ. ഇനി നമുക്കൊരു കൈ നോക്കാം. ഇവന്മാരുടെ ഒരു കാര്യം. എന്തായാലും പാണ്ഡ സാർ പൈലറ്റിനോട് സംസാരിച്ച് പ്ലെയിൻ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുക. കൊച്ചലിയ, അങ്ങോട്ട് നോക്ക്. പാണ്ഡ സാറിന്റെ ജീപ്പാ. ഫ്ലൈറ്റ് വേണ്ട, നമുക്ക് ഇതിൽ തന്നെ ആ ദ്വീപിലേക്ക് പോവാനേ. എടാ, ദ്വീപ് കടലിൽ നടക്കാനുള്ളത്. റോഡിലൂടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, എന്നാ പൈലറ്റിന്റെ അടുത്തേക്ക് നമുക്ക് പോകാമല്ലോ. ആ, സ്കൂട്ടറിനേക്കാളും എളുപ്പം നമുക്ക് ജീപ്പിൽ പോകുന്നതാണ്. സംശയമുണ്ടോ? സർക്കാരിന്റെ ജീപ്പ് മോഷ്ടിക്കുന്നു. പിന്തുടരൂ. എങ്ങനെയാ സാർ പിന്തുടരുന്നേ? ജീപ്പ് അവര് കൊണ്ടുപോയില്ലേ? അവന്മാരുടെ സ്കൂട്ടർ ഉണ്ടല്ലോ. വരൂ, നമുക്ക് അവരെ പിന്തുടർന്ന് പോകാം. ഇൻസ്പെക്ടർ പാണ്ഡ നമ്മുടെ പുറകെ വരുന്നുണ്ട്. പൈലറ്റ് അയാളുടെ കൂട്ടുകാരനല്ലേ? അദ്ദേഹത്തെ കാണാൻ വരുന്നതായിരിക്കും. തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ജീപ്പ് സർവീസിന് കൊടുക്കണമെന്ന്? ശരി സാർ. വേഗം പോ, വേഗം. വലത്തോട്ട് തിരിക്ക. ഇടത്തോട്ട്, വലത്തോട്ട്, ഇടത്ത്. ഇല്ലല്ല, വലത്ത്, വലത്ത്. നേരെ, നേരെ. അല്ല, നേരെ. പിറകെ, പിറകെ പോ. ഇവന്മാരോട് പോയി. അതാ കിട്ടിപ്പോയി. ബണ്ണി, നീ തണ്ണിമത്തം കഴിക്കുന്നോ? സൂക്ഷിച്ചു പോ, അല്ലെങ്കിൽ ഞാൻ താഴെ വീഴും.
എടാ എടാ ഒന്ന് പതുക്കെ പോടാ, അത് സർക്കാരിന്റെ ജീപ്പാ. സർക്കാരിന്റെ വണ്ടിക്ക് ഒരു സ്പീഡില്ല. ഇന്നാ പിടിച്ചോ. വേണ്ട, മാറിക്കോ. ഹണി, ഒരു ടയർ ഇളകിപ്പോയടാ. ഒരു കുഴപ്പമില്ല. എന്തായാലും 3 ടയർ ഉണ്ടല്ലോ. 2 ടയറുള്ള സ്കൂട്ടർ വരെ ഞാൻ ഓടിക്കും. പിന്നല്ലേ ഇത്. ഹായ്, ഞങ്ങൾ ഇൻസ്പെക്ടർ പാണ്ഡയാണ് അയച്ചത്. അതെയോ? വരൂ, ഇരിക്കൂ, എന്നിട്ട് പറക്കൂ. അല്ല, ഞങ്ങൾ പൈലറ്റിനെയാണ് കാണാൻ വന്നത്. ഞാൻ പൈലറ്റ് തന്നെയാണ്, നമുക്ക് പറക്കാം. പേപ്പറിൽ ഫ്ലൈറ്റ് വിടുന്ന പൈലറ്റിനല്ല ഞങ്ങൾക്ക് വേണ്ടത്. യഥാർത്ഥ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിനെയാ. തീർച്ചയായും, എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാം. പേപ്പർ കൊണ്ടുള്ളതാ? കുഞ്ഞുനാളിൽ പേപ്പറിലുള്ളത് പറപ്പിച്ചു, പിന്നെ റിമോട്ടിലുള്ളത് പറപ്പിച്ചു, ഇപ്പൊ യഥാർത്ഥ പ്ലെയിൻ പറപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യം ഒരു ഹെലികോപ്റ്റർ ആണ്. സംശയമുണ്ടോ? അത് പറ്റില്ല. ഇൻസ്പെക്ടർ പാണ്ഡ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ദ്വീപിലേക്ക് പോകണം. നിങ്ങൾക്ക് എവിടെ പോണമെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ കൊണ്ടുവന്നെത്തിക്കാം. പോയിട്ട് പിന്നെ വാ. ഇപ്പൊ എന്റെ കയ്യിൽ ചില്ലറ ഒന്നുമില്ല. ഞാൻ ഭിക്ഷക്കാരനല്ല, ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡയാണ്. ഇൻസ്പെക്ടർ ആണെങ്കിൽ പിന്നെ എന്തിനാ താൻ ഭിക്ഷക്കാരനായത്? ഞാൻ ഭിക്ഷക്കാരനല്ലെന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാ ഇദ്ദേഹം ചില്ലറയില്ല പിന്നീട് വാന്ന് പറഞ്ഞത്? അത് ഇദ്ദേഹത്തിന് എന്നെ കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ തോന്നി. അല്ല, പാണ്ഡ സാറായിരുന്നോ? ഇരുന്നാട്ടെ, ചായ കൊണ്ടുവരാൻ പറയട്ടെ. വെള്ളം കൊണ്ടുവരാൻ പറ. ചായ കൊണ്ട് ശരീരം കഴുകുകയാണെങ്കിൽ ഒരുപാട് വേണ്ടി വരും. ഞാൻ പറഞ്ഞത് കുടിക്കാൻ ചായ കൊണ്ടുവരട്ടെ എന്നാ. ഒട്ടും സമയമില്ല. ഞങ്ങളുടെ മേഡം പോയ പ്ലെയിൻ ആ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഹൈജാക്കേഴ്സ്? നിന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വരുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ മാഡം ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, അവൻ എന്റെ ഹെലികോപ്റ്റർ തീർച്ചയായും ഹൈജാക്ക് ചെയ്യും. ശരി, എന്നാ നിങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് തന്നേക്കൂ. ഞങ്ങൾ പോയിക്കോളാം. അത് ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട, പുറത്ത് കിടക്കുന്ന ജീപ്പിന്റെ അവസ്ഥയൊന്ന് നോക്ക്. അത് കണ്ടാ മനസ്സിലാവും ഇവന്റെ കയ്യിലിരിപ്പ്. പറയുന്നത് കേക്ക്. താൻ ഹെലികോപ്റ്റർ കൊടുക്കുകയാണെങ്കിൽ അവസാനം ഫാൻ മാത്രമേ കിട്ടൂ. ഇല്ല, ഒന്നെങ്കിൽ കൂടെ വാ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ താ. ഞാൻ കൂടെ വരാം. എന്നാൽ അവിടെ ഞാൻ ലാൻഡ് ചെയ്യില്ല. കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും ഇറങ്ങിക്കോളാം. ആഹാ, എന്ത് നല്ല സ്ഥലല്ലേ. ഒരു കാര്യം ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ആ ദ്വീപിൽ ഹൈജാക്കേഴ്സ് ഉണ്ട്. ഞാൻ എന്റെ ഹെലികോപ്റ്റർ തീർച്ചയായും അവിടെ ലാൻഡ് ചെയ്യില്ല. കുഴപ്പമില്ല, ഞങ്ങൾ പാരാഷൂട്ട് വഴി പോയിക്കോളാം. പാരഷൂട്ട് വഴി പോവാണെങ്കിൽ പിന്നെ എന്തിനാ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കൈമാറ്റേ. എന്തിനാ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത്? താനെന്താ പാട്ട് കേൾക്കുകയാണോ? ഇത് കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്. അല്ല, ഇതെന്ത് ബട്ടണാണ്? എടോ, അത് ഹെലികോപ്റ്ററിന്റെ മുകളിൽ ചുറ്റുന്ന ഫാനിന്റെ സ്വിച്ച് ആണ്. വെറുതെ എന്തിനാ ഫാൻ ഇട്ട് വെച്ചിരിക്കുന്നത്? ഇപ്പൊ തന്നെ വല്ലാത്ത തണുപ്പാ. വേണ്ട. ഓയ്. പണി കിട്ടി. വേഗം നിർത്താൻ നോക്ക്. എടാ, അടക്കേട അത്രയുള്ള എന്നെ കൊണ്ട് ഈ ആന എങ്ങനെയാടാ നിർത്താൻ കഴിയാ? രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു.
ഇയാളെന്തിനാ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? എടാ കഴുതി, ഇദ്ദേഹത്തിന് ബോധം പോയതാണ്. ഇപ്പൊ ഹെലികോപ്റ്റർ ആരാണ് ഓടിക്കുക? ഞാൻ ഓടിക്കാം. എന്റെ കയ്യിൽ റിമോട്ടിലുള്ള ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ കഴിയും. എന്തായി കാണിക്കുന്നത്? എടാ, രക്ഷിക്കണേ. അതൊക്കെ. ചേടാ, ഇതെവിടുന്നാ വന്നേ? ഇതെന്റെ പുറകെ വരുന്നുണ്ടല്ലോ. എടാ കുരുവി, മുന്നീന്ന് മാറിപ്പോ, മുന്നീന്ന് മാറിപ്പോകാൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മുകളിലേക്ക് പോവാം. കുരുവി പോയി, കുറച്ച് മുകളിലേക്ക് പോകാം. ഇത് വീണ്ടും വന്നല്ലോ. നീ കാരണം എന്റെ ജീവൻ പോവായിരുന്നല്ലോ കഴുതേ. നോക്ക്. എന്താ ഹണി സൂക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും തറയിൽ മുട്ടും. തീർച്ചയായിട്ടും നമ്മൾ തറയിൽ മുട്ടില്ല. താഴെ കിടക്കുന്നതേ കടല. അയ്യോ എന്റെ അമ്മച്ചിയെ, എല്ലാം തീർന്നു. ഓ, രക്ഷപ്പെട്ടു. എന്റെ കൊച്ചളിയ, ഹെലികോപ്റ്റർ ഓടിക്കാൻ വളരെ എളുപ്പമാണ്. വേഗം പാരച്യൂട്ട് എടുത്തോ, നിങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തി. ശ്രദ്ധിച്ചു കേട്ടോ, ഇവരിൽ നിന്നും ആരെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, അത് ഓർമ്മയിൽ വെച്ചോ. വിൽക്കുന്ന പച്ചക്കറിയെല്ലാം ഇപ്പോൾ വിഷമാണ്. നമ്മളെ മാത്രം എന്തിനാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ആടികൈ. എന്താടാ, ഒരു ഉണ്ട വേണോ? ആഹാരം കഴിച്ചിട്ട് കുറെ സമയമായി. ഒരു ഉണ്ട കിട്ടിയിരുന്നെങ്കിൽ തിന്ന് വിശപ്പടക്കാമായിരുന്നു. അയാള് പറഞ്ഞത് വെടിയുണ്ടെ കുറിച്ചാ, അരിയുണ്ടെ കുറിച്ചല്ല. വേണ്ട വേണ്ട വേണ്ട. ധോണി അടിച്ചു സിക്സർ ഹാട്രിക്ക്. ചേട്ടൻ ആ തോക്കൊന്നു മാറ്റിപ്പിടിക്ക്. ആടികൈ. എന്റെ ചേട്ടായി, ഈ അടിയുടെ പേര് കർണക്കുറ്റിക്കടി എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കൈയടിക്കാനാണ്. ഇനി എനിക്ക് ഒരു നിമിഷം പോലും സഹിച്ചിരിക്കാൻ പറ്റില്ല. തോക്കിങ്ങി തന്നെ. ഇവനെ ഞാൻ വെടിവെച്ചിട്ടിട്ട് ജയിലിലേക്ക് പോയിക്കോളാം. അവന്റെ ഒടുക്കത്തെ ഒരു കവിത പറച്ചില്. വേണ്ട വേണ്ട, ദയവായി അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. കണ്ണ സർ അവരോട് സോറി പറഞ്ഞേക്ക്. സുനാമി വന്നാൽ ഒരു പക്ഷേ മീനിന്റെ വില കുറഞ്ഞേക്കാം. എന്നെ വിട്ടേക്ക്, ഞാൻ സോറി പറഞ്ഞേക്കാം. അടികൈ. അങ്ങോട്ട് നടക്ക. എന്റെ പൊന്നങ്ങുന്നേ, ഇവന്റെ അടുത്തുനിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്ക. എന്താ ഈ ചെയ്യുന്നത്? ഇവിടെ കിടന്ന് വെറുതെ കുസ്തി പിടിക്കാതെ പാരച്യൂട്ടിൽ ചാടാൻ നോക്ക്. ഇല്ല, എന്നെ കൂടെ തീർച്ചയായിട്ടും കഴിയില്ല. വേണ്ട വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. ഞാൻ നിന്നെ സഹായിക്കാം, നീ പേടിക്കണ്ടെന്നേ. സോർദാറെ, ഭയങ്കര ഈസിയാ, ഞാൻ പഠിപ്പിച്ചു തരാം.
ഞാൻ തീർച്ചയായും ചാടില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ തള്ളിവിടാം. ഓ, പോയിക്കോ. ഞാൻ തീർച്ചയായിട്ടും ചാടില്ല. അല്ല സോത്തറ, ഞാനൊരു കാര്യം മറന്നു. നിനക്കൊരു ഗിഫ്റ്റ് തരാൻ മറന്നു. ഇന്ന പിടിച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്ന് നിങ്ങൾ എല്ലാവരും ചിറകില്ലാതെ പറക്കുകയാണ്. കിട്ടിപ്പോയി എല്ലും കഷ്ണം. താഴേക്ക് നോക്കി തോർതാ, പാരാഷൂട്ട് തുറക്ക്, അല്ലെങ്കിൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. കൊച്ചളിയാ, ഇപ്പൊ വീണ്ടും ഹെലികോപ്റ്ററിലേക്ക് പോവാണെന്ന് തോന്നുന്നു. മാറിക്കോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രാഷ് ലാൻഡിംഗ് ആവും. സംശയമുണ്ടോ? വേഗം, എത്രയും പെട്ടെന്ന് എല്ലാവരും പാരഷൂട്ടിൽ ചാടിക്കോ. ഫ്രഷ് ആയിട്ട് ഒരു സീ ഫുഡ് കുശാലായി. കണ്ടോ എന്റെ സ്റ്റൈല്? സിറ്റിയിലെ പൂച്ച ഇന്ന് എന്റെ ചട്ടിയിലാകുന്നേ. നീ ഒരു ഒന്നൊന്നര ലഞ്ചാണല്ലോടെ. എന്നെ പിടിക്കാൻ പറ്റില്ല. അതിന് ഞാൻ ഒരിക്കൽ കൂടി ജനിക്കണം. ആകാശത്തും താഴേക്ക് വന്നത് സിംഹത്തിന്റെ വയറ്റിലേക്കായിരുന്നു. സോറി സർ, ഞാൻ കുടുങ്ങി. ഇത് എന്താ മൃഗമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ ഓടിക്കൊള്ളാവേ. ഓടിക്കോ. എടാ പാരഷൂട്ട്, നീ എങ്ങനെയാ കുടുങ്ങിയത്? എന്നെ മര്യാദയ്ക്ക് താഴെ ഇറക്ക്. ഹലോ, ഞാൻ കുടുങ്ങിപ്പോയി, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? താങ്ക് യു. എന്തായാലും മസാജ് കൊള്ളാം കേട്ടോ. കഴുത്ത പൂച്ചയാണല്ലോടെ. കൊള്ളാം, എന്നെ അധ്വാനിക്കാതെ തന്നെ ലഞ്ച് എന്റെ വായിൽ വന്നെത്തി. ചാടിക്കുന്നല്ലോ. കിട്ടി എന്തായാലും സ്മാർട്ട് തന്നെയാണ്. എത്ര നന്നായിട്ട് ലാൻഡ് ചെയ്തെന്ന് നോക്ക്. വൗ, എത്ര മനോഹരമായ കാടാ ഇത്. ഇവിടെ ചുറ്റിക്കാണാൻ നല്ല രസമായിരിക്കും. ഈ കാട് മുഴുവൻ മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാട്ടില് മൃഗങ്ങളല്ലാതെ പിന്നെ ക്രിക്കറ്റ് പ്ലെയർ ആണോ ഉണ്ടാവുക? ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് നമ്മൾ എത്തണം. മാത്രമല്ല, മാഡത്തിന് കന്നാ സാറിനെ നമ്മൾ എങ്ങനെ രക്ഷിക്കും? നമ്മൾ ഹൈജാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്യേണ്ടി വരും. അതെ, അവരെ ഇടിച്ച് ചമ്മന്തിയാക്കണം. പക്ഷേ അവരുടെ കൈവശം ഗൺസ് ഉണ്ടാവും. അതുകൊണ്ട് അവരെ നമുക്ക് എങ്ങനെയും പറ്റിക്കണം. ഗൺസ് എല്ലാം മോഷ്ടിക്കണം. രാത്രിയാകുമ്പോ അവരെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അതാ നിൽക്കുന്നു മേഡം എന്ന ഫ്ലൈറ്റ്. ചുറ്റും ഹൈജാക്കേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് രാത്രി വരെ കാത്തിരിക്കാം. ഉറക്കം വരികയാണ് ബോസ്. രണ്ട് പേരായിട്ട് പോയി ഉറങ്ങിയിട്ട് വരാം. അതും ശരി തന്നെയാ. ആദ്യം നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാം. വരൂ. ഗുഡ് നൈറ്റ്.
നോക്ക്. അവിടെ ഒന്നും തന്നെ ഇല്ല, നീ ഇങ്ങോട്ട് വാ. കുറച്ചൊന്ന് ഉറങ്ങിയാലോ? അവരുടെ കൈവശം ഗൺസ് ഉണ്ട്. എന്ത് ചെയ്താലും സൂക്ഷിച്ച് ചെയ്യണം. ആദ്യം നമ്മൾ മിണ്ടാതെ പോയി അവരുടെ ഗൺസ് എല്ലാം എടുക്കണം. ഞാൻ ഖന്ന സാറിനെ രക്ഷിക്കും. ഈ തോക്കെടുക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടാകണേ. കിറ്റി, എന്റെ അമ്മച്ചി. ഇനി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നീ വേണമെങ്കിൽ തോക്കെടുത്തോ, എനിക്കിത് വേണ്ട. കാളയുടെ കൊമ്പി പിടിച്ചാൽ അത് മൊട്ടും. ഗണ്ണ് മാറ്റി പിടിക്കടാ, അല്ലെങ്കിൽ അത് പൊട്ടും. മടികൈ. ഇവിടെ ആദ്യം കൊല്ലേണ്ടത് നിന്നെ ആയിരിക്കും. വേണ്ട, മാഡത്തിന് വെടിവെച്ച് കൊല്ലരുത്. എങ്കിൽ എല്ലാവരും തോക്ക് താഴെയിട. ഞാൻ തത്തയാണടാ. ഐഡിയ. ഓടിക്കോ. കഥവ് തുറക്ക്, കഥവ് തുറക്ക. രക്ഷപ്പെട്ടു. നിക്കവിടെ. ഓടിക്കോ. ഓടിക്കോ. മേഡം, കന്ന സാറേ, വേഗം വാ. വേഗം വരൂ, വേഗം വരൂ. നിക്കവിടെ. നിക്ക. അയ്യോ, ഓടില്ല ഓടില്ല. ആൻസർ ആയി. എന്നെ വിട്ടേക്ക്.
ഈ ഗുഹ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ഇവിടെ ആരാണ് താമസിക്കുന്നത്? ഞാനാ. ഇവിടേക്ക് ആര് വന്നാലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇത് ഈ ബോസിന്റെ സ്റ്റൈലാ. ആരാ ഈ ബോസ്? ഞാനാ. അറ്റാക്ക്. അറ്റാക്ക്. ഇങ്ങനെ ഇടിക്കലടേ, എനിക്ക് ഇക്കളിയാവൂടെ. എടേ, ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ എന്റെ ജീവന് നീ സമാധാനം പറയേണ്ടി വരും. അയ്യോ അയ്യോ എന്റെ അമ്മച്ചി. ആരും ഇവിടം വിട്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. മനസ്സിലായോ? 1 minute, you rabbit. റാബിറ്റ്, ഞാൻ ഈ ഗ്യാങ്ങിന്റെ ബോസ് ആണ്. ബോസ്. എന്തൊക്കെയാണെങ്കിലും താൻ റാബിറ്റ് തന്നെയാ, അല്ലാതെ സിംഹമൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ ബാസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ആരും തന്നെ ധൈര്യപ്പെടുകയില്ല കേട്ടോ. ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ മാത്രം നിനക്കൊക്കെ എവിടുന്ന് ധൈര്യം വന്നു? ഇവന്റെ ശബ്ദം എന്തായാലും നല്ല രസമുണ്ട്. വാരിയർ ഗ്യാങ്ങിനെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി തീക്കളിയാകും. ഇത് ഈ ബോസിന്റെ സ്റ്റൈലാ. ഞങ്ങൾ ഹൈജാക്കേഴ്സിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ദൂരം ഇവിടെ വന്നത്. എങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാനായിരിക്കും വന്നിരിക്കുന്നത്. ഇത് കട്ടപ്പുറത്തിരിക്കുന്ന പ്ലെയിൻ ആണല്ലോ. ഇതിനെന്തിനാ ഹൈജാക്ക് ചെയ്യുന്നത്? കട്ടപ്പുറത്തോ? നിന്നെ ഞാൻ കട്ടപ്പണയിലേക്ക് അയക്കും. പൂജ. എത്ര പഴയ സാധനമാണെങ്കിലും ശരി, അത് നമ്മുടെ ആണെങ്കിൽ സ്വർണം പോലെയാണ്. സംശയമുണ്ടോ? ശരിയാണ്. ഹൈജാക്കേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ ഇവിടെ നിന്നും ഒരു പ്ലെയിൻ മോഷ്ടിക്കാൻ പദ്ധതി ഇട്ടിരിക്കുക. എങ്കിൽ അത് നമ്മുടെ പ്ലെയിൻ തന്നെ ആയിരിക്കും. ഈ പ്ലെയിനിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. വേണ്ടേ? ജീവൻ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ അവരുടെ ജീവൻ എടുക്കണം. ശരിയാണ്. ഇൻഫർമേഷന് താങ്ക്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ്. ഇത് ബോസിന്റെ സ്റ്റൈലാ. യോദ്ധാക്കളെ, നാളെ രാത്രി നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാം. എന്താ ഇന്ന് രാത്രി ചെയ്യാത്തെ? ഇന്ന് രാത്രി എന്താ പ്രശ്നം? ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ നാളെ രാത്രിയാകുമല്ലോ. ഇതാണ് ബോസിന്റെ സ്റ്റൈല്. പക്ഷെ ഇവൻ ബുദ്ധിമാനാണ്. ഞങ്ങളും നിങ്ങളുടെ ഒപ്പം വരാം. അവരും ഞങ്ങളുടെ യജമാന്മാരെ ബന്ദികളാക്കി വെച്ചിരിക്കുക. ഓക്കേ, അതുവരെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. ഫ്രണ്ട്സ്. നോ, ഇത് കാടാണ്. ഇവിടെ ആർക്കും ആരുടെയും ഫ്രണ്ട് ആവാൻ കഴിയില്ല. ജസ്റ്റ് ഗസ്റ്റ്. എങ്കിൽ നാളെ രാത്രി കാണാം. മിഷൻ ഹൈജാക്കേഴ്സ്. കണ്ണസരേ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത്. പുട്ടാണെങ്കിൽ കഴിക്കാൻ കടലക്കറി ഉണ്ടാകണം. നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ എന്റെ നല്ല ഉറക്കത്തെ നശിപ്പിക്കണം? അടി കൈ. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതാണ് നല്ല സമയം, മറക്കണ്ട. ഈ ഇരുട്ടത്ത് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നേരം വെളുക്കട്ടെ, രക്ഷപ്പെടാം. നേരം വെളുത്ത് ഇവർ എഴുന്നേക്കില്ലേ? അതുകൊണ്ടാ ഇപ്പൊ രക്ഷപ്പെടാന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്കിൽ രക്ഷപ്പെട്ടോളൂ. എനിക്ക് തനിച്ച് രക്ഷപ്പെടണ്ട, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. വരൂന്നേ. എല്ലാരും ഉറങ്ങി. നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ബലെ ബലെ. ഒന്നും ചെയ്യല്ലേ?
അമ്പിളി അമ്മാവൻ കിഴക്കൊതിച്ചു. കണ്ടു നിന്ന കുഞ്ഞുങ്ങൾ കരഞ്ഞു വിളിച്ചു. കൂർക്കം വലിച്ചുറങ്ങിയവരെല്ലാം നിലവിളിച്ചു. എന്റെ മണ്ടത്തരം കാരണം നിങ്ങൾ എന്നെ പിടിച്ചു. ഇവനെ ആദ്യം വെടിവെച്ചിട്. പാതിരാത്രി കവിത പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലാണ്. കൊള്ളാം. എന്ത് നല്ല കവിതയാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാവരും അടികൈ അടികൈ. എന്റെ അമ്മച്ചി. ഞാൻ എത്ര നല്ല ഡ്രൈവറാന്ന് ഇപ്പൊ കണ്ടോ. കൊള്ളാം. ഒടുക്കളത്തെ സൗന്ദര്യം എനിക്ക്. എടാ കള്ള പൂച്ചേ, നീ എന്തിനാ എന്നെ കുളിപ്പിച്ചത്? വെള്ളത്തിന് വല്ലാത്ത തണുപ്പാ. എടാ നിങ്ങൾ രണ്ട് അളിയന്മാർക്കും വേറെ പണിയൊന്നുമില്ലടേ. എനിക്കിനി കുളിക്കണ്ട. സംശയമുണ്ടോ? എന്റെ അമ്മ സുനാമി വരുന്നേ. സംശയമുണ്ടോ? എന്റെ അമ്മ ഈ വെള്ളത്തിന് വല്ലാത്ത തണുപ്പ് തന്നെയാ. കൊച്ചാളിയാ പുതപ്പുണ്ടെങ്കിൽ താ. ഈ വെള്ളം കൊണ്ട് എന്റെ നിറം പോകുന്ന തോന്നുന്നത്. എടാ വെള്ളത്തിൽ കളിക്കുന്നത് മതിയാക്ക്. വെറുതെ ദേഷ്യം പിടിപ്പിക്കാം. എന്തൊരു അടിപൊളി കാലാവസ്ഥയാ. ഞാനൊന്ന് പറന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ഓക്കേ, രാത്രിയായിരിക്കുന്നു. അറ്റാക്കിനുള്ള തയ്യാറെടുത്തുകൊള്ളൂ. ഹെഡ്ലൈറ്റ് റെഡിയാണോ? റെഡി? പുഷ് ചെയ്യാൻ റെഡിയാണോ? കൺട്രോൾ പോയല്ലോ. വേഗം പ്ലെയിൻ പൊക്കടാ. ഇതിനെ പൊക്കാൻ പറ്റില്ലടാ. പറത്തിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. നോക്കി നിൽക്കാതെ ഒന്ന് പൊക്കി വിടറാ. ദേഷ്യമുണ്ടെങ്കിൽ പറഞ്ഞാ പോരെയായിരുന്നോ? എന്തിനാ മറ്റുള്ളവരെ തടിയിങ്ങനെ കേടാക്കുന്നത്? പോയിക്കോ ഇവിടെന്ന്. ഇറങ്ങിക്കോ, എല്ലാരും ഇറങ്ങി തള്ളു. നന്നായിട്ട് തള്ളു. ആദ്യമായിട്ട് തള്ളി വിട്ടോടുന്ന ഫ്ലൈറ്റ് ഞാൻ കാണുന്നത് തന്നെ. മിന്നുന്നതെല്ലാം പൊന്നല്ല, മനസ്സിലായോ മണ്ടിപ്പെണ്ണ്? സംശയമുണ്ടോ?
ഇന്ന് ആരും തന്നെ ഉറങ്ങാൻ പോകുന്നില്ല. അവർ ഇന്ന് വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് നമ്മൾ എല്ലാരും തന്നെ അലേർട്ട് ആയിരിക്കണം. വിടരുത്. അറ്റാക്ക് അറ്റാക്ക്. സൂക്ഷിച്ചോടിക്കാൻ നോക്ക്. ഞാൻ എവിടെയാ ഓടിക്കുന്നത്? അത് താനെ ഓടുകയല്ലേ. എന്റെ കാര്യം പോക്കാം. ചാടിക്കോ. അല്ലെങ്കിൽ ഇവരെ ഞാൻ വെടിവെക്കും. എല്ലാവരും നിർത്ത്. ഇത് നമ്മുടെ മാഡമാണ്. സംശയമുണ്ടോ? ഹൈജാക്കേഴ്സ് എല്ലാം ഇന്ന് ജോക്കറായി. നീ എപ്പോഴായി ഇത്രയും നല്ലൊരു ഫൈറ്ററായി? അടികൈ അടികൈ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവരുടെ കൂട്ടുകാർ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് എന്റെ കൂട്ടുകാരന്റെ സഹായം വേണ്ടി വരും. ഇത്രയും താമസിച്ചാണോ വരുന്നത്? നിങ്ങൾ എന്താ ഹൈജാക്കേഴ്സോ പോലീസോ? വൃത്തിയേട്ടവന്മാരെ. സോറി ബോസ്. അനങ്ങി പോകരുത്, വെടിവെക്കും. ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഈ മൃഗങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എല്ലാരെയും വെടിവെക്കേ. ആഹാ, നീയോ? ആകാശത്ത് കിടന്ന് അടിമേടിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ നീ തന്നെയായിരിക്കും. സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല.
എന്നടുത്താണോ കളി? സർപ്രൈസ്. നീയാണോ ഞാനാണോന്ന് ഇന്ന് നമുക്കൊരു കൈ നോക്കാം. എടാ ഞാനും വരുന്നു, നിക്ക്. അവരെ പിടിച്ചു കെട്ട്. വേണ്ട വേണ്ട, പറഞ്ഞാ കേക്ക്. നിന്നെ എന്തായാലും ഇന്നൊരു പാഠം പഠിപ്പിക്കും. എല്ലാവരെയും പിടിച്ചു. എന്റെ ഏരിയക്കകത്ത് വന്നാൽ എല്ലാവർക്കും ഇതായിരിക്കും അവസ്ഥ. ഇത് ബോസിന്റെ ഒരു സ്റ്റൈലാ. ഇത്രയും വലിയ ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. ഈ ജുറാസിക് പാർക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടികൈ. പോപ്പട്ടെ, നീ ആളൊരു വീരൻ തന്നെയാ. ഞാൻ എന്നും എപ്പോഴും വീരൻ തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സമയമെടുത്തു. സംശയമുണ്ടോ? ഞാൻ കൺട്രോൾ റൂമിലേക്ക് ഇൻഫോം ചെയ്തു കഴിഞ്ഞു. ഒരു അപകടത്തിലും പെടില്ല. സുഹൃത്തുക്കളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വത്ത്. എല്ലാരും വാ, നമുക്ക് പോകാം പ്ലെയിനകത്ത്. അടികൈ. ഞാൻ വേണമെങ്കിൽ കടലിൽ നീന്തി വന്നോളാം, പക്ഷെ ഇയാളുടെ കൂടെ ഞാൻ ഫ്ലൈറ്റിൽ ഒരിക്കലും വരില്ല. നിങ്ങൾ എന്തേ കാണിച്ചത്? നാട് എത്തുന്നത് വരെ ഇയാളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഇത് ബോസിന്റെ ഒരു സ്റ്റൈലാ. താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. വെൽക്കം. ഇപ്പൊ പോയിക്കോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലെയിൻ ശരിയാക്കാനായിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഫ്ലൈറ്റിൽ ഞാൻ കേറുകയില്ല. ഇത് ബോസിന്റെ ഒരു സ്റ്റൈലാ. ബൈ 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 ബൈ. ബൈ ബൈ.